മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 17-ാം സങ്കീർത്തനം 14-ാം തിരുവാക്യം. ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മർത്യരിൽ നിന്ന് അവിടുത്തെ കരം എന്നെ രക്ഷിക്കട്ടെ. സങ്കീർത്തകനായ ദാവീദിന്റെ മനോഹരമായ പ്രാർത്ഥനയാണിത്. കാരണം ദാവീദിന് നിത്യതയുടെ പ്രത്യാശയുണ്ടായിരുന്നു. ഈ ലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മനുഷ്യരിൽ നിന്ന് എൻ്റെ കർത്താവേ, അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ. ഈ ഒരു പ്രാർത്ഥനയോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മളിന്ന് നിയോഗമായി പ്രാർത്ഥിക്കുന്നത് നിത്യജീവന്റെ പ്രത്യാശ നഷ്ടപ്പെട്ട് ജീവിക്കുന്ന അനേകം ആയിരങ്ങൾക്ക് വേണ്ടിയാണ്. ഈ വചനം ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ കരം ഞങ്ങളെ രക്ഷിക്കട്ടെ. ഈ ലോകത്തിന്റെ എല്ലാ സ്വാധീനങ്ങളിൽ നിന്നും, എല്ലാവിധത്തിലുള്ള സുഖലോലുപതയുടെ അതിപ്രസരത്തിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ തലമുറയെ രക്ഷിക്കണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. മഹത്വത്തിൻ സാന്നിധ്യമായി 10,000ങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങി വരുന്ന സമയം. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരു കുടുംബമായി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. ഈ സമയം അത്ഭുതങ്ങളും അടയാളങ്ങളും വർഷിക്കപ്പെടുന്ന സമയം. രോഗശാന്തികൾ ഉണ്ടാകുന്നു, ഹൃദയ കഠിനതകൾ മാറുന്നു, അനേകം കുടുംബങ്ങളെ ഈശോ ആശീർവദിക്കുന്ന സമയം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ, രോഗശാന്തികൾ നൽകണമേ, മാനസാന്തരങ്ങൾ നൽകണമേ, ലൗകികമായ ബന്ധനങ്ങളിൽ നിന്ന്, ജഡീകമായ ആധിപത്യങ്ങളിൽ നിന്ന് ഞങ്ങളെ വിമോചിപ്പിക്കണമേ. നിത്യതയുടെ പ്രത്യാശ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ച് ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. ഈ ഒരു പ്രാർത്ഥനയോടെ നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. നിത്യജീവന്റെ പ്രത്യാശയാൽ നമ്മളേവരെയും കർത്താവ് പൂരിതമാക്കുന്ന സമയം. ലോകത്തിന്റെ പിടിയിൽ നിന്ന്, ലൗകികമായ ബന്ധനങ്ങളിൽ നിന്ന് അനേകം ആയിരങ്ങളെ കർത്താവ് വിമോചിപ്പിക്കുകയാണ്. സ്വർഗം നൽകുന്ന ഈ അഭിഷേകം സ്വീകരിച്ച് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പ്രവർത്തിക്കണമേ. ഉയരത്തിലെ കാറ്റ് വീടെ അടിച്ചിടട്ടെ, സ്വർഗത്തിലെ തീ ഇവിടെ കത്തിയിടട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ സ്വർഗത്തിന്റെ തീ പടരട്ടെ. നമ്മുടെ തലമുറകളിൽ, കൂട്ടായ്മകളിലെല്ലാം ഈ തീ പടരട്ടെ. ഉയരത്തിലെ കാറ്റ് വീടെ അടിച്ചിടട്ടെ,
സ്വർഗത്തിലെ തീ ഇവിടെ കത്തിയിടട്ടെ. ഉയരത്തിലെ കാറ്റിവിടെ ഹല്ലേലൂയ. കർത്താവേ പ്രവർത്തിക്കണമേ, കർത്താവേ തീരണമേ. കത്തിയിടട്ടെ. അന്ത്യകാലമായല്ലോ, അന്ത്യനാളടുത്തല്ലോ, പറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. അന്ത്യകാലമായല്ലോ, അന്ത്യനാളടുത്തല്ലോ, പറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. പാപബോധത്താൽ ജനം കരഞ്ഞിടട്ടെ, നീതിബോധത്താൽ ജനം നിറഞ്ഞിടട്ടെ. കർത്താവേ അനുതാപം നൽകണമേ, മാനസാന്തരം നൽകണമേ, ഹൃദയ കഠിനതകൾ നീക്കം ചെയ്യണമേ. ന്യായവിധിയുണ്ടെന്ന് ഓർത്തിടട്ടെ, ആത്മശക്തി എങ്ങുമേ നിറഞ്ഞിടട്ടെ. ഈ നിത്യസത്യം നമ്മൾ ആരും മറന്നു പോകരുത്. സഹോദര സഹോദരി, ആ ബോധ്യത്തോട് ഒരിക്കൽ കൂടെ പാടിക്കേ. ന്യായവിധിയുണ്ടെന്ന് ഓർത്തിടട്ടെ, ആത്മശക്തി എങ്ങുമേ നിറഞ്ഞിടട്ടെ. കർത്താവേ പ്രവർത്തിക്കണമേ, ഹൃദയത്തിന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. കരങ്ങൾ ഉയർത്തിയടിച്ച് അന്ത്യകാലമായല്ലോ, അന്ത്യനാളടുത്തല്ലോ, പറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ബന്ധന കെട്ടുകളെ പൊട്ടിക്കണമേ, ജീവിതങ്ങൾ വിശുദ്ധീകരിക്കണമേ. പറന്നു പോകാൻ ആത്മശക്തി. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ കുഞ്ഞുങ്ങള്, തലമുറകള്, സഭാ സമൂഹങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുവാൻ നമ്മൾ ഒരുമിച്ച് ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ മഹത്വത്തോടെ വരണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങളെ അനുഗ്രഹിക്കണമേ. വചനത്തിന്റെ ആത്മാവായി, കൃപയുടെ ആത്മാവായി, ദൈവസ്നേഹത്തിന്റെ ആത്മാവായി, മാനസാന്തരത്തിന്റെ ആത്മാവായി, അത്ഭുതത്തിന്റെ ആത്മാവായി, മഹത്വത്തിന്റെ ആത്മാവായി പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ കത്തി പടരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപശക്തികൾ നിർവീര്യമാകട്ടെ, ശാപക്കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ, എല്ലാ രോഗാണുക്കളും കർത്താവിന്റെ തിരുച്ചോരയാൽ കരിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജഡീകതയിൽ നിന്ന്, ലൗകികതയിൽ നിന്ന് കർത്താവേ ഓരാത്മാവിനെ വിടുവിക്കണമേ. നിത്യതയുടെ പ്രത്യാശി, നിത്യജീവന്റെ സമൃദ്ധി ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള ആത്മനിറവ് നൽകണമേ. Lord bless, bless. കർത്താവേ കരമുയർത്തി ജനത്തെ അനുഗ്രഹിക്കണമേ. നിങ്ങളുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ, ഞങ്ങളെ തേജസ്സുള്ളവരാക്കണമേ. താങ്ക് യു, താങ്ക് യു ജീസസ്. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ ഉണർത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രത്യാശയുള്ളവരാകാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് നീതിവിധി മറന്നു പോകരുത്. നീതിവിധി മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ മറക്കരുതാത്ത ചില കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ മറന്നുപോയാലും വലിയ കുഴപ്പമില്ല. എന്നാൽ ചിലത് മറന്നുപോയാൽ നമ്മുടെ ജീവിതം തന്നെ വലിയ തകർച്ചയിലാകും. നമ്മൾ ഒരിക്കലും കർത്താവിനെ മറന്നു പോകരുത്. നിത്യസത്യങ്ങൾ നമ്മൾ ഒരിക്കലും വിട്ടുകളയരുത്. ഈ വചനം എന്തിനാണ് കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്നത്? നമുക്കൊരു നിത്യതയുള്ളത് കൊണ്ടാണ്. നമ്മളാരും നശിച്ചു പോകാതെ സകലരും കർത്താവിനോടൊപ്പം നിത്യതയിൽ അവിടുത്തെ മഹത്വത്തിൽ കഴിയുവാൻ വേണ്ടിയാണ് ഈ സന്ദേശം പരിശുദ്ധാത്മാവ് നമ്മെ കേൾപ്പിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാം തിരുവചനം. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും
ലോകത്തെ ബോധ്യപ്പെടുത്തും. ഈ വചനത്തിലൂടെ കർത്താവിന്റെ അരൂപി എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ്. പരിശുദ്ധാത്മാവ് ബോധ്യങ്ങൾ നൽകുന്നവനാണ്. അവൻ വന്ന് നിങ്ങളെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. കർത്താവായ യേശു പരിശുദ്ധാത്മാവിൻ്റെ വിവിധങ്ങളായ ശുശ്രൂഷകളെക്കുറിച്ച് ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. അവൻ ന്യായവിധിയെക്കുറിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തും. ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് നൽകുന്നത് മനുഷ്യരല്ല. നമ്മളെ ധ്യാനിപ്പിക്കുന്ന ധ്യാന ഗുരുക്കന്മാരോ വചന പ്രഘോഷകരോ നമ്മുടെ പ്രിയപ്പെട്ടവരൊന്നുമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന് മാത്രമാണ് നമ്മെ ഈ സത്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പറ്റുകയുള്ളൂ. പരിശുദ്ധാത്മാവ് ഒരു കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തിയാൽ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, പിന്നെ മരിച്ചാലും നമ്മളത് മറക്കത്തില്ല. നമ്മുടെ ഹൃദയത്തിൽ അതൊരു കോൺക്രീറ്റ് പോലെ കിടക്കുകയാണ്. നമുക്കിന്ന് വേണ്ടത് കൃത്യതയാർന്ന ബോധ്യങ്ങളാണ്. ഇതിനുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ വചനം എന്താ നമ്മെ പഠിപ്പിക്കുന്നത്? ഹെബ്രായ പുസ്തകം 9-ാം അധ്യായം 27-ാം തിരുവാക്യം. ദൈവമായ കർത്താവ് മനുഷ്യന് നിയമിച്ചാക്കിയിരിക്കുന്ന 2 നിയമനങ്ങൾ അവിടെ കാണാൻ പറ്റും. മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഇത് കർത്താവിൻ്റെ അപ്പോയിൻമെന്റ്സ് ആണ്. ഇത് മാറ്റുവാൻ ഒരു കോടതിക്കും ഒരു ഗവൺമെന്റിനും സാധിക്കില്ല. മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. 1 മരണം, 2 മരണശേഷമുള്ള വിധി. അതാണ് കർത്താവിൻ്റെ നീതിവിധി. ഇതൊരു കെട്ടുകഥയല്ല, ഇതൊരു മുത്തശ്ശി കഥ പോലെ തള്ളിവിടേണ്ട ഒരു കാര്യമല്ല. ഇതൊരു നിത്യസത്യമാണ്. നമ്മുടെ ഹൃദയം ഈ സത്യത്തിൽ ഉറപ്പിക്കപ്പെടണം. നമ്മളെല്ലാവരും തന്നെ ഒരു ദിവസം ഈ ലോകം വിട്ട് നിത്യതയിലേക്ക് പോകേണ്ടവരാണ്. അതിനുശേഷം നമുക്കെല്ലാം ഒരു വിധിയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17-ാം അധ്യായം 30-31 തിരുവാക്യങ്ങൾ എന്നെ ഒരുപാട് സ്വാധീനിച്ച വചനമാണിത്. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കുന്നില്ല. ലോകത്തിലുള്ള സകല മനുഷ്യരും പശ്ചാത്താപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. നമ്മെക്കുറിച്ചുള്ള കർത്താവിൻ്റെ തിരുഹിതം ഇതാണ്. നമ്മൾ ആരും നശിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത കർത്താവിൻ്റെ സ്നേഹം. നമ്മളെല്ലാവരും അനുതപിച്ച് രക്ഷ പ്രാപിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുകയാണ്. 31-ാമത്തെ വാക്യം. അതിനാൽ താൻ നിയോഗിച്ചിരിക്കുന്നൊരു മനുഷ്യൻ വഴി ലോകത്തെ മുഴുവൻ വിധിക്കുവാനായി അവിടുന്ന് ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. ആ മനുഷ്യനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഇത് ഉറപ്പിച്ചിരിക്കുകയാണ്. എന്തൊരു വചനമാണിത്! അജ്ഞതയുടെ കാലഘട്ടങ്ങളെ കർത്താവ് കണക്കെടുക്കുന്നില്ല. കർത്താവിന്റെ സ്നേഹം തിരിച്ചറിയുന്നതിനേക്കാൾ മുൻപ് നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ മ്ലേച്ഛതകൾ, ഇതിനെ ഓർത്ത് നമ്മൾ ആരും കുറ്റബോധത്തിൽ കഴിയണ്ട. നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ അനുതാപ ഹൃദയത്തോടെ ഈ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞു. ഇനി അവിടുന്ന് ഇതൊന്നും കണക്കിലെടുക്കുന്നില്ല. എന്നാൽ 31-ാം വചനത്തിൽ ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്, താൻ നിയോഗിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ വഴി, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്, ലോകത്ത് മുഴുവൻ വിധിക്കുവാനായി ഒരു ദിവസം പിതാവായ ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് ദൈവം അത് സ്ഥാപിച്ചിരിക്കുകയാണ്. അത് മാറ്റുവാൻ ആർക്കും സാധിക്കില്ല.
ഈ ലോകത്തിന്റെ സുഖഭോഗങ്ങളിൽ ആകൃഷ്ടരായി. ഇന്ന് അനേകര് പറയുന്നൊരു കാര്യമുണ്ട്, നിത്യതയോ, അതൊക്കെ ചുമ്മാ തമാശയല്ലേ. മനുഷ്യൻ നന്നായി നടക്കാൻ വേണ്ടി മതം കണ്ടുപിടിച്ച സൂത്രങ്ങളാണിത്. നിത്യതയില്ല, സ്വർഗമില്ല, നരകമില്ല, ശുദ്ധീകരണ സ്ഥലമില്ല. ജീവിതം ഒന്നേയുള്ളൂ, അത് മാക്സിമം ആസ്വദിക്കുവാനുള്ളതാണ്. ജീവിതം ആസ്വദിക്കാൻ വേണ്ടി ഇന്ന് എന്തൊക്കെയാണ് ആധുനിക മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഈ സന്ദേശം സഭയെ ബോധ്യപ്പെടുത്തുകയാണ്. കൊരിന്ത സഭയ്ക്ക് 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 10-ാമത്തെ തിരുവാക്യം. നാം ഓരോരുത്തരും നമ്മുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്കുള്ള പ്രതിഫലം സ്വീകരിക്കേണ്ടതിനായി ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ നമ്മൾ ഓരോരുത്തരും വരണം. ഓരോരുത്തരും സ്വന്തം ശരീരത്തിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകളുടെ പ്രതിഫലം സ്വീകരിക്കേണ്ടതിന് നാം എല്ലാവരും കർത്താവിന്റെ ന്യായാസനത്തിന് മുൻപിൽ വരണം. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് കാരുണ്യവാനാണ്. നമ്മുടെ കർത്താവ് നമ്മളെ സുഖപ്പെടുത്തുന്നവനാണ്. അവൻ നമ്മെ കരുതുന്ന ദൈവമാണ്. അവൻ നമ്മെ സംരക്ഷിക്കുന്നവനാണ്. നമ്മളെ വഴി നടത്തുന്നവനാണ്. എന്നാൽ നമ്മൾ മറന്നു പോകരുത്, ഒപ്പം അവൻ നമ്മുടെ ന്യായാധിപനാണ്. അവൻ നമ്മുടെ വിധി കർത്താവാണ്. ഈ സത്യമാണ് പൗലോസ് സഭയെ പഠിപ്പിക്കുന്നത്. ജീവിതത്തിന്റെ വ്യഗ്രതയിൽപ്പെട്ട് നമ്മൾ ആരിത് മറന്നു പോകരുത്. ഈ ലോകത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന നിറങ്ങളിലും മോഹങ്ങളിലും ആകർഷകരായി ഈയാമ്പാറ്റകളെ പോലെ 10,000-ങ്ങളാണ് ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നത്. വഴിവിട്ട ലൈംഗികതകളിലേക്കും പാപകരമായ മ്ലേച്ഛതകളിലേക്കും ഈ ലോകത്തിന്റെ ഭോഗേച്ഛകൾ അനുഭവിക്കുവാൻ വേണ്ടി ഈ സത്യങ്ങളെ അവർ ബോധപൂർവമാണെന്ന് അറിയാൻ പാടില്ല, പക്ഷേ നെഗ്ലക്റ്റ് ചെയ്യുന്നു. ഇവിടെയാണ് ഈ വചനത്തിന്റെ പ്രസക്തി വരുന്നത്. ഈ ശരീരത്തിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്കുള്ള പ്രതിഫലം സ്വീകരിക്കാൻ എൻ്റെ സഹോദര സഹോദരി, ഞാനും നീയും ഒരു ദിവസം കർത്താവിന്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കണം. നമ്മൾ എത്ര പേര് ഈ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ട്? ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ഒരു വെളിപാടായി പ്രകാശിച്ചാൽ നമ്മുടെ ജീവിതം അടിമുടി മാറ്റപ്പെടും. നമ്മുടെ ചിന്താഗതികൾ മാറും. നമ്മുടെ സംസാര രീതി മാറിപ്പോകും. നമ്മുടെ പ്രവർത്തന ശൈലികൾക്ക് മാറ്റം വരും. നമ്മുടെ ജീവിതം രൂപാന്തരപ്പെട്ട, വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതമായിട്ട് മാറും. ആദിമ സഭയ്ക്ക് ഈ പ്രത്യാശയുണ്ടായിരുന്നു. ആയതിനാൽ സഹനങ്ങൾ കൃപകളായി അവർ സ്വീകരിച്ചു. കർത്താവിനെ പ്രതി നഷ്ടങ്ങൾ അവർ ഏറ്റെടുത്തു. അവർ സ്നേഹത്തിൽ ആഴപ്പെട്ടു. അവർ ധീരതയോടെ യേശുവിനെ സാക്ഷ്യം നൽകി. അതിന്റെ കാരണം എന്തായിരുന്നു? നിത്യതയുടെ പ്രത്യാശ. ഈ ലോക ജീവിതം നമ്മളൊരു പ്രവാസത്തിലാണ്, നമ്മളൊരു യാത്രയിലാണ്. ഈ വിശ്വാസ യാത്രയിൽ ആദിമസഭയിലെ വിശ്വാസികള് വളരെ ഭയത്തോടെ ജീവിച്ചു. ഈ സന്ദേശം ഈ കാലഘട്ടത്തിലെ സഭാമക്കളായ നമ്മെ എന്തിനാണ് ദൈവത്തിന്റെ ആത്മാവ് അറിയിക്കുന്നത്? ഈ ലോകത്തിലെ കുത്തൊഴുക്കിൽപ്പെട്ട് നമ്മൾ നശിച്ചു പോകാതിരിക്കാൻ. ആധുനിക മനുഷ്യന് നീതിവിധിയും നിത്യജീവനൊക്കെ വെറും പഴങ്കഥകൾ മാത്രമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും വഞ്ചിതരാകരുത്. ഇത് വലിയ സത്യമാണ്. പൗലോസ്ലീഹ കൊരിന്ത സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 9-ാം അധ്യായം 27-ാമത്തെ തിരുവാക്യം നമ്മൾ ആവർത്തിച്ച് വായിച്ച് ധ്യാനിക്കേണ്ട ഒരു തിരുവചനമാണിത്. ഇവിടെ സഭയോട് പൗലോസ്ലീഹ പറയാ, മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തിരസ്കൃതനാകാതിരിക്കേണ്ടതിന് ഈ ലോക ജീവിതത്തിൽ ഞാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. ഇതെന്തൊരു വചനമാണിത്! അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം ചിന്തിച്ചു. വിധി ദിനത്തിൽ എൻ്റെ കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആകാതിരിക്കാൻ, ഞാൻ തിരസ്കൃതനാകാതിരിക്കാൻ ഈ ലോകത്തിൽ ഞാൻ ജീവിച്ചപ്പോൾ എൻ്റെ ശരീരത്തെ, എൻ്റെ വികാരങ്ങളെ, എൻ്റെ ആസക്തികളെ, എൻ്റെ മോഹങ്ങളെ, എൻ്റെ ഇച്ഛകളെ
ഞാൻ കർശനമായി പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കി. പൗലോസിനോട് ചോദിക്കുക, എന്താ പൗലോസ് ഇങ്ങനെ ഒരു ജീവിതം നയിച്ചത്? പൗലോസ്ലീഹ പറയും, നമുക്കൊരു വിധി ദിവസമുണ്ട്. നീതിവിധി നമ്മൾ മറന്നു പോകരുത്. കർത്താവിന്റെ ന്യായാസനത്തിന് മുൻപിൽ ഒരു ദിവസം ഞാൻ നിൽക്കേണ്ടവനാണ് എന്നുള്ള തിരിച്ചറിവാണ് പൗലോസിനെ പൗലോസാക്കിയത്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ഈ ലോകത്തിനേതല്ലാത്തതുപോലെ ജീവിക്കുവാനുള്ള അഭിഷേകമാണ് നമ്മളെല്ലാം പ്രാപിക്കേണ്ടത്. ഞാൻ ആത്മാവിൽ പറയട്ടെ, ഈ ഒരു അഭിഷേക നിറവിലേക്ക് നമ്മൾ വന്നാൽ നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങളിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. വെളിപാടിന്റെ പുസ്തകം 20-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ, അതിന്റെ സബ് ടൈറ്റിൽ തന്നെ അവസാന വിധി, നീതിവിധി എന്നാണ്. അവിടെ എന്താണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്? ഞാൻ വെണ്മയേറിയൊരു വലിയ സിംഹാസനവും അതിലിരിക്കുന്നവനെയും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശം ഓടിയകുന്നു. മരിച്ചവരും വലിയവരും ചെറിയവരും സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നു ഞാൻ കണ്ടു. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു. അത് ജീവന്റെ ഗ്രന്ഥമാണ്. ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവർത്തികൾക്കനുസൃതം മരിച്ചവർ വിധിക്കപ്പെട്ടു. തന്നിലുണ്ടായിരുന്ന മൃതരെ സമുദ്രം വിട്ടുകൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുണ്ടായിരുന്നവരെ എല്ലാം വിട്ടുകൊടുത്തു. അവരെല്ലാവരും താങ്കളുടെ പ്രവർത്തികൾക്കനുസൃതം വിധിക്കപ്പെട്ടു. അപ്പോസ്തലനായ യോഹന്നാൻ കാണുകയാണ് വെണ്മയാർന്നൊരു സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കുന്നതായി. ചെറിയവരും വലിയവരുമായ ലോകത്തിലുള്ള സകലരെയും ആ സിംഹാസനത്തിന് മുൻപിൽ യോഹന്നാൻ കാണുകയാണ്. ജീവന്റെ ഗ്രന്ഥം തുറക്കപ്പെട്ടു. ആ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഓരോരുത്തരും തങ്ങളുടെ സ്വന്തം പ്രവൃത്തികൾക്കനുസൃതമായി വിധിക്കപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊരു കെട്ടുകഥയല്ല. നമുക്കൊരു വിധി ദിവസമുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ് ദൈവസ്നേഹത്തിൽ വളരുവാൻ നമുക്ക് കഴിയണം. അവരെല്ലാവരും അവരുടെ പ്രവൃത്തികൾക്കനുസൃതമായി വിധിക്കപ്പെട്ടു. കർത്താവ് കാരുണ്യവാനാണ്, എന്നാൽ ഒപ്പം അവൻ നീതിയുടെ ദൈവമാണ്. പൗലോസ്ലീഹ റോമാക്കാർക്ക് ലേഖനം 2-ാം അധ്യായം 4-5 വചനങ്ങളിൽ ഈ സത്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ കരുണയെയും ക്ഷമയെയും നീ നിസാരമാക്കുകയാണോ? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുക എന്നതാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യം. എന്നാൽ ദൈവ കരുണയെ അവഗണിച്ച് നീ ഈ ലോകത്തിൽ ജീവിച്ചാൽ, ആരൊക്കെ കർത്താവിന്റെ കരുണയെ നെഗ്ലക്റ്റ് ചെയ്ത് ചവിട്ടിക്കളഞ്ഞ് ഈ ലോകത്തിൽ ജീവിക്കുന്നുവോ അവർക്കെല്ലാം കർത്താവിന്റെ നീതിയിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് പൗലോസ്ലീഹ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ഈ വചനം സ്വന്തമാക്കണം. കർത്താവ് കരുണയുള്ളവനാണ്. കരുണ 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 എന്ന് പറഞ്ഞേ അത് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല പ്രിയപ്പെട്ടവരെ. വിശുദ്ധിയോടെ ജീവിക്കാനുള്ള ആഹ്വാനമാണ് ദൈവ കരുണയിലൂടെ പരിശുദ്ധാത്മ നമുക്ക് നൽകുന്നത്. ഈ സത്യം മറന്ന് നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചാൽ കർത്താവിൻ്റെ നീതിയിൽ നമ്മളെല്ലാം അകപ്പെടും. ഇതാ നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. അവരോരോരുത്തരും സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുകയാണ്. തങ്ങളുടെ പ്രവൃത്തികൾക്കനുസൃതമായി വിധിക്കപ്പെട്ടു. വെളിപാടിന്റെ പുസ്തകം 22-ാം അധ്യായം 11-ാമത്തെ തിരുവാക്യം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവജനത്തോട് പറയുകയാണ്, അനീതി പ്രവർത്തിക്കുന്ന ഇനിയും അനീതി പ്രവർത്തിച്ചു കൊള്ളട്ടെ. പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ തുടരട്ടെ. എന്നാൽ നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ. വിശുദ്ധർ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. ബൈബിൾ അവസാനിക്കാൻ പോവുക. ഈ സമയത്ത് കർത്താവിന്റെ ആത്മാവ് സഭാമക്കൾക്ക് മുന്നറിയിപ്പ് തരികയ. ഞാൻ ഈ വചനം വായിച്ച് അത്ഭുതപ്പെട്ടു പോയി. കർത്താവ്, എന്താ നീ ഇങ്ങനെ സംസാരിക്കുന്നത്?
അനീതി ചെയ്യരുതെന്ന് പറയുന്ന കർത്താവ് പറയാ, അനീതി ചെയ്തോളാൻ. നീ അനീതി ചെയ്തോ? കള്ളു കുടിക്കുന്നവരെ കള്ളു കുടിച്ചോ? പാപസുഖങ്ങളിൽ ജീവിക്കുന്നവരെ അങ്ങനെ തന്നെ ജീവിച്ചോ? ഈ ലോകത്തിന് സുഖഭോഗങ്ങൾ അനുഭവിക്കുന്നവരെ നിങ്ങൾ അങ്ങനെ തന്നെ തുടർന്നോ? എന്നാൽ മറന്നു പോകരുത്, നിനക്കൊരു വിധി ദിവസമുണ്ട്. മകനെ, മകളെ, നിനക്കൊരു വിധി ദിവസമുണ്ട്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ നിന്നെ പിന്നെ കണ്ടോളാമെന്ന്. പല പ്രാവശ്യം മുന്നറിയിപ്പ് തന്നിട്ടും ഇത് പാപമാണെന്ന് നീ അറിഞ്ഞിട്ടും നിന്റെ സുഖത്തിനു വേണ്ടി, നിന്റെ ചില നൈമിഷികമായ നേട്ടങ്ങൾക്ക് വേണ്ടി നീ പാപങ്ങൾ വിട്ടുകളയാതെ നീ മുന്നോട്ട് പോയാൽ, നീ ജീവിച്ചോ, നീ എൻജോയ് ചെയ്തോ, നീ തുടർന്ന് മുന്നോട്ട് പോയിക്കോ. എന്നാൽ മറക്കരുത്, നിനക്കൊരു വിധി ദിവസമുണ്ട്. ഇന്ന് അനേകര് പറയാറുണ്ട്, ഈ മനുഷ്യരൊക്കെ ഇങ്ങനെ ജീവിച്ചിട്ട് അവർക്ക് യാതൊരു കുഴപ്പമില്ലല്ലോ, അവരുടെ ബിസിനസ് വളരുന്നു, അവർ വെച്ചടി അവർക്ക് മുന്നേറ്റം കിട്ടുന്നു, പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കർത്താവിനെ സ്നേഹിച്ച് ജീവിക്കുന്ന ഞങ്ങൾക്ക് എന്താണ് ഈ ദുരിതം, ഈ കഷ്ടപ്പാട്, ഈ വേദന എന്ന് ചിന്തിക്കുന്ന പലരെയും എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. എൻ്റെ സഹോദര സഹോദരി, ഇതിനുള്ള മറുപടിയാണ് കർത്താവ് തരുന്നത്. വിശുദ്ധർ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. അവരും ഇവരും കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ട് നമ്മൾ ആരും അസ്വസ്ഥരാകേണ്ട. കർത്താവിന്റെ ആത്മാവ് തന്റെ വിശ്വസ്തരായ ആത്മാക്കളോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ ഇനിയും വിശുദ്ധീകരിക്കുക, ഇനിയും വിശുദ്ധീകരിക്കുക. ഈ ലോകം വിട്ട് നിത്യതയിലേക്ക് യാത്രയാകുന്നത് വരെ വിശുദ്ധീകരണത്തിന്റെ ജീവിതം തുടരണം. ഈ സത്യം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ കർത്താവിനെ സമർപ്പിക്കും. ചില രഹസ്യ പാപങ്ങൾ, മറ്റുമാരും അറിയാത്ത ചില മ്ലേച്ഛതകൾ നമ്മുടെ ജീവിതത്തിൽ അള്ളിപ്പിടിച്ചിട്ടുണ്ട്. സഹോദര സഹോദരി, അതെല്ലാം വിട്ടുകളഞ്ഞ് നിത്യതയുടെ പ്രത്യാശയിൽ ജീവിക്കുവാനുള്ള ആഗ്രഹത്തോടെ നമ്മുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ കർത്താവിനായി നമുക്ക് സമർപ്പിക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിലെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ജീവനേകും ദിവ്യകാരുണ്യം യേശുവേ നീയല്ലയോ, ഏകദൈവം ഞങ്ങൾക്കേകും രക്ഷകൻ നീയല്ലയോ. മഹത്വപൂർണനായ കർത്താവേ, തിരുവോസ്തിരൂപനായി ഞങ്ങളുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പഠിപ്പിച്ചു, നീതിവിധി മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും മറന്നുപോയാലും ഈ സത്യം നമ്മൾ മറന്നു പോകരുത്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ, കർത്താവേ, അങ്ങേക്ക് യോഗ്യമായ ജീവിതം നയിക്കുവാൻ ഞാൻ അഭിഷേകം ചെയ്യണമേ. വിശ്വാസത്തോടെ യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യതയുടെ പ്രത്യാശയിൽ ജീവിക്കുവാനുള്ള അഭിഷേകം നൽകണമേ. ലോകത്തെ ലോകമോഹങ്ങളെ വിട്ടുകളഞ്ഞ് കർത്താവിന് യോഗ്യമായ ജീവിതം നയിക്കുവാൻ ഈശോയെ ഞങ്ങൾ ശക്തിപ്പെടുത്തണമേ. ആരാധന, ആരാധന, ആരാധന. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് സ്വതന്ത്രമായി സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ വരണമേ. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. നിത്യസത്യങ്ങളിൽ ഹൃദയം ഉറപ്പിച്ച് ജീവിക്കാനുള്ള കൃപ തരണമേ. കുടുംബങ്ങൾ ആശീർവദിക്കണമേ. നിയോഗങ്ങൾ ഏറ്റെടുക്കണമേ. കർത്താവെ, കരമുയർത്തി സകലത്തിനെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആരാധന, ആരാധന, ആരാധന. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഈശോ നൽകുന്ന അനുഗ്രഹങ്ങൾ, നന്മകൾ സ്വീകരിച്ചുകൊണ്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചോ. കർത്താവെ നന്ദി, ഞങ്ങൾ അനുഗ്രഹിച്ചതിനായി, ബോധ്യങ്ങൾ തന്നതിനായി, നിത്യതയുടെ ദർശനം തന്നതിനായി, പാപബന്ധനങ്ങൾ ഞങ്ങൾ വിടുവിച്ചതിനായി കർത്താവെ നന്ദി, 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 നന്ദി കർത്താവെ, നന്ദി കർത്താവെ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ജീസസ്. അടുത്ത ആഴ്ച ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് ആത്മാവിലുള്ള ജീവിതം. ഈ ശുശ്രൂഷയിലേക്ക്
പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്ക് എല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ